തോരാമഴയിൽ പൊതുജന ജീവിതം ദുരിതത്തിലായി സംസ്ഥാനം. തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ചാലയടക്കം വ്യാപാര മേഖലയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാരികളുടെ കച്ചവടം ബുദ്ധിമുട്ടിലായി. അതേസമയം അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് തലസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. തോരാമഴയിൽ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങുകയാണ്. തിരുവനന്തപുരത്തെ താഴ്ന്ന മേഖലകളെല്ലാം തുടർച്ചയായ മഴയിൽ വെള്ളത്തിനടിയിലായി. മുട്ടത്തറയിലെ നിരവധി വീടുകളിലാണ് രാവിലെ പെയ്ത മഴയിൽ വെള്ളം കയറിയത്. റോഡ് ഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്ന അവസ്ഥ തുടരുകയാണ്. ഓട് നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ഈ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ചാലയിലെ വ്യാപാര മേഖലകളിലും വെള്ളം കയറിയതോടെ കച്ചവടക്കാരും ദുരിതത്തിലായി. കടകൾക്കുള്ളിൽ വെള്ളം കയറിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വ്യാപാരികൾ പറയുന്നു. അടച്ചിട്ടാക്കിയിരുന്നു 2,000-3,000 രൂപ നഷ്ടം സംഭവിച്ചതല്ലേ. ഇന്നിപ്പോൾ ഇത്ര നേരം വെള്ളം കഴുകി ഇറക്കിയിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പ് വരെയാണ് വെള്ളം. മിക്കവാറും 1 മണിക്കൂർ അത് വീണ്ടും വെള്ളം കയറും. വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ വർഷവും ഉള്ളത് തന്നെ. ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പണി നടന്നിട്ട് പോലും ഒരു പുരോഗമനം വന്നിട്ടില്ല. ഈ ഓട നിറഞ്ഞതിന് മൊത്തം ബ്ലോക്കായി കിടക്കല്ലേ. എല്ലാ വർഷവും ഉള്ളത് തന്നെ. തീരം യാതൊരു മാറ്റവും ഇല്ല. നഷ്ടം, ലാഭമില്ല. വളരെ നഷ്ടത്തിൽ തന്നെ പോകണം. എല്ലാ മിച്ചം തന്നെ. ഡെയിലി 300-400 ടിക്കറ്റുകൾ മിച്ചം വരെയാണ്. തോരാമഴ തുടരുന്നതോടെ ദുരിതം വിട്ടൊഴിയുന്നില്ലെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. വെള്ളം പോകാനുള്ള വഴിയില്ല. വെള്ളം പോകാൻ വഴിയില്ലാതെ നേരെ കടയ്ക്കകത്താണ് മൊത്തം കയറുന്നത്. മൊത്തം പലഹാര സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ മൊത്തം ഇല്ലാതായിട്ടുണ്ട്. ഈ ഡാമേജിനൊക്കെ ആരൊക്കെ പൈസ തരും എന്ന് പറഞ്ഞൂടാ. കച്ചവടവും ഇല്ല ഇതിനകത്ത്. പിന്നെ ഈ വെള്ളം പോകാനുള്ള വഴിയെങ്കിലും ഒരുക്കി കൊടുക്കണം. അത് മെനയാന്ന് പെയ്ത മഴയിൽ അതുകൊണ്ട് ഈ റോഡിന്റെ മട്ടത്തിന് ഈ കടയ്ക്കാത്ത വെള്ളം ആൾക്കാർ കയറാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇത്. എന്തെങ്കിലും ഒരു വഴി ഒരുക്കി കൊടുക്കണം. വെള്ളം പോകുന്ന വഴി താണ്ടപ്പെടുത്ത ഓട ഈ സ്മാർട്ട് റോഡ് പണി തുടങ്ങിയിട്ട് അവിടെ മൊത്തത്തിൽ അടച്ചിട്ട് അത് മെനയാന്നാണ് പൊട്ടിച്ചത്. ഓട സൈഡ് പൊട്ടിച്ചു കൊടുത്ത് വെള്ളം പോകാനുള്ള വഴി ഉണ്ടാക്കിയത്. എന്നിട്ട് താണ്ട് വെള്ളം ഇപ്പോഴത്തെ കെട്ടി നിൽപ്പുണ്ട്. അതേസമയം ചാലയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയവരും പാടെ വലഞ്ഞു. സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണമാണ് വലയ്ക്കുന്നതെന്ന് ഇത്തരക്കാർ വ്യക്തമാക്കുന്നു. ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പും ജാഗ്രതയിലുമാണ് ജനം. തീരദേശ മേഖലയ്ക്കൊപ്പം മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പൊന്മുടി അടക്കമുള്ള മേഖലകളിലേക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ച റൂം ഫോർ റിവർ പദ്ധതി. പക്ഷേ ഇപ്പോൾ റിവർ മാത്രമാണ് പല റോഡുകളിലും കാണാനാവുക. തലസ്ഥാനത്തെ ഈ കാഴ്ചകൾക്ക് എന്ന് മോക്ഷം ലഭിക്കും? ക്യാമറമാൻ വിവേകിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.